I hear the sounds of your heartbeat. I can hear it now. I can hear it now. I hear the sounds. I can hear it now. Hello, hi friends. Welcome to my channel, Manglish Moments by Meera. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സ്കോട്ട്ലൻഡ് വരെ പോവുകയാണ്. അപ്പോൾ ഞാനും ഗബ്രും തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് പാക്കൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ പോകുമ്പം എന്തൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്, സ്കിൻ കെയർ ആണെങ്കിൽ, മേക്കപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ ടോയ്ലറ്ററീസ് ആണെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നാണ്, എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ടോയ്ലറ്ററീസ് ഒക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ജൂട്ട് പോലത്തെ ഒരു കവറാണ്, പേഴ്സാണ് എടുക്കുന്നത്. സേവ് ദ പ്ലാന്റ് എന്ന് പറഞ്ഞത്. ഇത് ഞാൻ ടേക്ക് മാക്സിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് ഏകദേശം 4 പൗണ്ടാണ്, നാട്ടിലെ ഒരു 400 രൂപ. ഇങ്ങനെ കള്ളികളൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് ഇടുന്ന എന്താണെന്ന് നോക്കാം. ഞാൻ ഇതൊരു സൺസ്ക്രീനാണ്. ഇത് ലാ ഹോഷ് പൊസെ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ബ്രാൻഡാണ് കേട്ടോ. ഇവർ ഈ ആക്നി പ്രോൺ, എൻ്റേത് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ആക്നി പ്രോൺ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ അങ്ങനെ ആക്നി പ്രോൺ ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകൾക്കൊക്കെ, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സൺസ്ക്രീനാണ്. പക്ഷേ ഇത് സൺസ്ക്രീൻ മാത്രമല്ല, ഇപ്പോൾ ഇത് അവരുടെ ഒരു പുതിയ ന്യൂ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് ആക്ച്വലി ഇതിനകത്ത് നിയാസിനമൈഡൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ എന്നുള്ള രീതിയിൽ ഉള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റായിട്ട് ഇത്. അപ്പം ഇതാണ് ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് വെക്കുന്നത്. ഉസി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഡീപ്പ് ട്രീറ്റ്മെൻറ്റ്, മോയ്സ്ചറൈസ് ഡീപ്പ് ട്രീറ്റ്മെൻറ്റ്. ഇത് ഒരു കേർലി ഹെയറിന് വേണ്ടി മാത്രമുള്ളതല്ല, ഏത് ഹെയറിന് വേണ്ടിയിട്ടും നല്ലൊരു കണ്ടീഷണറാണിത്. അപ്പോൾ ഇത് ഒരു ഹെയർ കണ്ടീഷണർ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കേൾ ജെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രഞ്ചിങ് ജെല്ലിയാണ്. അപ്പം നമുക്ക് ഫ്രിസ്സൊക്കെ കളയാനായിട്ട് ഇങ്ങനത്തെ കേളി ഹെയർ ഡ്രൈ ചെയ്യുമ്പം ഇങ്ങനത്തെ ജെല്ലി അല്ലെങ്കിൽ കേൾ ആക്ടിവേറ്റർ ക്രീമൊക്കെ തേച്ചിട്ട് സ്ക്രഞ്ച് ചെയ്യുകയാണെങ്കിൽ കേൾസ് നന്നായിട്ട് ഡിഫൈനായിട്ട് ഫ്രിസ് പോയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രാവൽ സൈസ് കേൾ ജെല്ലി എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേരൊക്കെ വായിക്കാൻ വേണ്ടി. ഇത് പക്ഷേ വീഗൻ ഫ്രണ്ട്ലി ആണ് കേട്ടോ. ടൂത്ത് പേസ്റ്റാണ്. അപ്പോൾ ഗബ്രൂനുള്ള ടൂത്ത് പേസ്റ്റ്, പിള്ളേർക്കുള്ളത് ടൂത്ത് പേസ്റ്റും, പിന്നെ കോൾഗേറ്റ്, സൺസ്ക്രീൻ. ഇത് ഞാൻ ഗബ്രൂന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും യൂസ് ചെയ്യാം. ഇത് സോൾട്ടാൻ്റെ 50+ SPF ഉള്ള ബേബി, സോൾട്ടാൻ ബേബി എന്ന് പറഞ്ഞിട്ടുള്ള സോൾട്ടാൻ്റെ ബ്രാൻഡാണ് കേട്ടോ. വെരി ഹൈ SPF ഉള്ള ഒരു സൺസ്ക്രീൻ. നമ്മളുടെ 2 പേരും ടൂത്ത് ബ്രഷ്. അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, പുതിയത് ഞാൻ വാങ്ങിച്ചത് എടുത്തുകൊണ്ട് പോവാം. പിന്നെ ഞാൻ ആക്ച്വലി ഞാൻ വേറെ സ്കിൻ കെയർ വേറൊന്നും എടുക്കുന്നില്ല. ഞാൻ ആകെ എടുക്കുന്നത് ഇങ്കിലിസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു വിറ്റമിൻ B, C and E മോയ്സ്ചറൈസർ. ഇത് നമുക്ക് രാത്രിയിൽ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനിയും ഇതിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ അല്ലെങ്കിൽ സ്കിൻ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ചെറിയൊരു പൗച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് ടെഡ് ബേക്കറിൻ്റെ ഒരു പൗച്ചാണ് കേട്ടോ. ഞാൻ ബോയ്മർന്ന് മാറിയ സമയത്ത് എൻ്റെ 2-3 ഫ്രണ്ട്സ്, കൊളീഗ്സ് അവരെനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇപ്പോൾ ഇതൊരു 5-6 വർഷമായത്. എൻ്റെ അകമൊന്നും കാണിക്കാൻ കൊള്ളില്ല, ഇതിനകത്ത് ഫുൾ ചള്ള പിടിച്ച പോലെ ആയിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം ഞാൻ കൊണ്ടുപോകാനായിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CC ക്രീമാണ്. IT കോസ്മെറ്റിക്സിൻ്റെ ഒരു CC ക്രീമാണ്. ഇത് നല്ലതാണ് കേട്ടോ. ഇതിനും SPF ഉണ്ട്. ഇത് SPF 40 ആണ്. അപ്പം ഇത് ഇവരുടെ ഹൈഡ്രേറ്റിംഗ്, ആൻറ്റി ഏജിങ് എന്നൊക്കെയാണ് പറയുന്നത്. ഫുൾ കവറേജ് ഉള്ള ഒരു പോർലെസ് ഫിനിഷ് കിട്ടുന്ന ഒരു മാറ്റ് എഫക്റ്റ് ഉള്ളൊരു CC ക്രീമാണിത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ന്യൂട്രൽ ടാൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതെനിക്ക് കുറച്ച് ഡാർക്കാണ് ആക്ച്വലി. ഇത് ഞാൻ നോർമലി ഈ കളർ, ഇതിൻ്റെ ന്യൂട്രൽ ടാനും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ന്യൂട്രൽ ടാനാണ് ഇപ്പോൾ എനിക്ക് കുറച്ച് ഇതായിരുന്നത്. ടാൻ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡാണ്. അപ്പോൾ ഇപ്പം ഞാനധികം വെയിലൊന്നും കൊള്ളാത്തതുകൊണ്ട്
എൻ്റെ സ്കിൻ ടോൺ ഇത്തിരി ലൈറ്റായിട്ടായിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് മതിയാവും. ഇനി ടാൻ യൂസ് ചെയ്യുന്നത് ഒത്തിരി സമ്മറിൽ ഒത്തിരി ട്രാവലൊക്കെ ചെയ്യുമ്പം ഒന്ന് കറക്കും. ആ സമയത്താണ് യൂസ് ചെയ്യുന്നത്, കുറച്ചൊന്ന് ടാൻ ആവുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ട്. ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഇതും ഈ സെൻസിറ്റീവായിട്ടുള്ള ആക്നി പ്രോൺ സ്കിന്നുള്ള ആളുകൾക്ക് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് നോൺ കോംഡോജനിക് ആണ്. അതുപോലെ തന്നെ ഇത് ക്ലോഗ് ചെയ്യത്തില്ല പോസ്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. പിന്നെ ഞാൻ എടുക്കുന്നത് എൻ്റെ ഐ പെൻസിൽ കാജൽ. ഇത് ലാക്മേയുടെ ഒരു കാജലാണ്. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. അപ്പോൾ ഇത് നാട്ടിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ട്രാവൽ സൈസ് ചെറിയ മിനി. ഇത് എന്താ പറയുക, ബെനഫിറ്റിൻ്റെ പോർ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൈമറാണ് കേട്ടോ. ദിസ് വൺ. ഇത് പിക്സിയുടെ ഒരു എലിക്സറാണ്, ഐ എലിക്സറാണ്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐ ബാൻഡാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒരു റോളറുണ്ട്, റോളർ ബോളുണ്ട്. അപ്പം നമുക്കിങ്ങനെ കണ്ണിൻ്റെ അടിയിൽ ഓക്കെ. ഇപ്പോൾ എന്തായാലും ആ പ്രായമൊക്കെ ആയി, റിങ്കിൾസ് വരാതിരിക്കാൻ ഐ ക്രീമിൻ്റെ പോലത്തെ തന്നെ ഒരു ഐ എലിക്സർ എന്ന് പറഞ്ഞിട്ട് 24 കാരറ്റ് എന്ന് പറഞ്ഞ പിക്സിയുടെ അത് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് എൽഫ് അഥവാ ELF എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ഐ ഷാഡോ പെൻസിലാണിത്, മസ്കാര. ലാൻകോം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹിപ്നോസ് റേഞ്ചിലുള്ള ഒരു മസ്കാരയാണ് കേട്ടോ. വാട്ടർ പ്രൂഫ്, എലോങ്ങേറ്റിംഗ്, ലാഷ് എലോങ്ങേറ്റിംഗ് വോളിയം മസ്കാരയാണിത്. വാട്ടർ പ്രൂഫ് ഡോൾ ഐസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ലാഷസൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ കൊണ്ടുവരും. ഇതൊരു നിവ്യയുടെ ഒരു ലിപ് ബാമാണ്. ഇതിൽ SPF ഉണ്ട്, SPF 30 ഉള്ള SPF ഉള്ള ഒരു ലിപ് ബാമാണ്. നമ്മളെപ്പോഴും SPF ഉള്ള ലിപ് ബാംസൊക്കെ യൂസ് ചെയ്യുക. കാരണം നമ്മുടെ ലിപ്സ് വളരെ സെൻസിറ്റീവാണ്. അപ്പം വെയിൽ കൊള്ളുമ്പം മുഖത്തെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പോലെ തന്നെ നോക്കുക. പിന്നെ ഇത് ഞാൻ എടുക്കുന്നത് 2 ലിപ്സ്റ്റിക്ക് ഞാൻ എടുക്കുന്നുണ്ട്. ഒന്ന് ELF എന്ന് പറയുന്ന എൽഫ് ബ്രാൻഡിൻ്റെ. പിന്നെ ഇത് ലാക്മേയുടെ 925 റേഞ്ചിലുള്ള ഒരു ചോക്ലേറ്റ് ബ്ലഷ് സംതിങ്. ഒരു ബ്ലഷ് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഐ ഷാഡോ ആയിട്ടും ലിപ്സ്റ്റിക്കായിട്ടും ലിപ് ബാമായിട്ടും ബ്ലഷായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എൽഫിൻ്റെ ഒരു പുട്ടി ബ്ലഷ്, ഒരു പീച്ച് കളറിലുള്ളത്. എൽഫ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കാണാം. എൽഫ് ഓൾസോ ടേക്കിംഗ് ദിസ് നിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഇതൊരു കളർ കറക്റ്ററാണ്. ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത് കണ്ടാൽ അറിയാം, ആകെ 2 യൂസ് ചെയ്യാറുള്ളൂ ഇതിൽ. ഒന്ന് ഇത് ഒരു പീച്ച് കളറിലുള്ള കളർ കറക്റ്ററും പിന്നെ ഒരു നമ്മുടെ സ്കിൻ ഷെയ്ഡ് വരുന്ന പറഞ്ഞു. അപ്പോൾ ഇത് കുഴപ്പമില്ല കേട്ടോ, ഇത് നല്ലതാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ ഈവൻ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടാലും ഒന്നും അതിങ്ങനെ ഗ്രേ ആയിട്ട് വരും. ഇതിലുവാണെങ്കിൽ കുറച്ചൊന്ന് കറക്റ്റ് ഒരു ഷെയ്ഡിൽ നിൽക്കും. പിന്നെ ഉള്ളത് ലാക്മേ ആബ്സല്യൂട്ടിൻ്റെ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ കോമ്പാക്റ്റ്. ഇത് ഞാൻ പൗഡറായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, കോമ്പാക്ട് പൗഡറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നനച്ച് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് നനച്ചിട്ടിടാം, അപ്പം നമുക്ക് ഫൗണ്ടേഷൻ പോലെ തന്നെ ഇരിക്കും എന്നാണ്. ഇനി ലാസ്റ്റായിട്ട് എൻ്റെ മേക്കപ്പ് ബാഗിൽ പോകുന്ന സാധനം ഇതാണ്. ഇത് കാണാവോ, ഇത് ബ്രൗൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവറാണ്. ലിപ്സ്റ്റിക്ക് പോലെ ഉണ്ട്, ലിപ്സ്റ്റിക്ക് പോലെ ഇരിക്കും. അപ്പോൾ ഇതെന്താ ഇത് ഒരു ഷേവറാണ് കേട്ടോ. ഇത് ഷേവ് ചെയ്യുന്ന പറഞ്ഞാൽ ശരിക്കും ഒരു ഷേവിങ് പോലത്തെ ഷേവിങ് അല്ല, പക്ഷേ ഒരു ഹെയർ ക്ലിപ്പ് ചെയ്യുക ഒക്കെ പറയുന്നത്. അതുകൊണ്ട് ഐ യൂസ് ദിസ് വൺ. ഇത് വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരെണ്ണമാണ്, നമുക്ക് പേഴ്സിലേക്ക് വെച്ചിട്ട് കൊണ്ടുപോകും, എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് കേട്ടോ. എന്നിട്ട് അത്രേ ഉള്ളൂ. ഇത് കട്ട് ചെയ്യൊന്നുമില്ല, ഇതൊരു സെറ്റിങ്ങേ ഉള്ളൂ, ഇതിൽ കൂടുതലൊന്നുമില്ല. എന്നിട്ട് ഈ നമ്മളുടെ ഹെയർ കട്ട് ചെയ്യുന്നത് ഇതിനകത്ത് കളക്റ്റ് ആവും. കാണാമോ, ഇതിനകത്ത് കളക്റ്റ് ആവും ഹെയർ കട്ട് ചെയ്യുന്നത്. ഹെയർ കട്ട് ചെയ്യുന്നതിനകത്ത് കളക്റ്റ് ആവും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു ബ്രഷും ഉണ്ട് നമുക്ക് കളയാനായിട്ട്. ഇതിനകത്ത് നമുക്കിങ്ങനെ കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആവും. ഓഫ്. പിന്നെ ഇതിന് ഒരു ഇതുകൂടെ ഉണ്ട്, ഈ സൈഡിലേക്ക് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഓപ്പൺ ആവും.
ഇതിനകത്ത് ഒരു ബാറ്ററി ഉണ്ട്, അത്രേ ഉള്ളൂ. ഒരു ബാറ്ററിയേ ഉള്ളൂ ഇതിന്. നമുക്ക് ബാറ്ററി തീർന്നു കഴിയുമ്പോൾ നമ്മൾ ബാറ്ററി മാറ്റി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതും കൂടെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ചെറിയ മേക്കപ്പ് ബാഗിനകത്തുള്ളത്. അപ്പോൾ ഇത് രണ്ടും പാക്ക് ചെയ്തു. ഇത് ടോയ്ലറ്ററീസ്, ഇത് ടോയ്ലറ്ററിയും സ്കിൻ കെയറും, ഇത് മേക്കപ്പ്. I hear the sounds of your heartbeat.